ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഉത്തർപ്രദേശിൽ വൻ ഭീകരാക്രമണ പദ്ധതി തകർത്ത് UPATS. ലക്നൌ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് സ്ഫോടനങ്ങൾക്കും പദ്ധതിയിട്ട 4 അംഗ സംഘത്തെയാണ് പിടികൂടിയത്. പാകിസ്ഥാനിലെ ഭീകരരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്നും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുണ്ട്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേർന്നു. നന്ദഗോപൻ, വളരെ ഗുരുതരമായ വൻ ഭീകരാക്രമണ പദ്ധതി തകർത്തിരിക്കുകയാണ് ഇപ്പോൾ UPATS. എന്തൊക്കെയാണ് വിവരങ്ങൾ? അമൽ, അതുതന്നെയാണ്. വൻ ഭീകരാക്രമണ പദ്ധതിയാണ് ഉത്തർപ്രദേശിൻ്റെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. 4 പേരെ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. UPയുടെ തലസ്ഥാനമായ ലക്നൌവിൽ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ ഒരു റെയ്ഡ് നടത്തി. ഈ റെയ്ഡിനിടയിൽ ഈ 4 പേർ അറസ്റ്റിലായി. ഈ അറസ്റ്റിലായവരുടെ കൈവശം നിന്ന് ലഭിച്ച ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പരിശോധിച്ചപ്പോഴാണ് രാജ്യത്ത് വൻ സ്ഫോടനം, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനത്ത് ലക്നൌ റെയിൽവേ സ്റ്റേഷനിലടക്കം വൻ സ്ഫോടനമായിരുന്നു ഈ സംഘം പദ്ധതിയിട്ടിരുന്നത് എന്നുള്ളതാണ് പോലീസിന് വ്യക്തമായത്. ഇവരെ നിയന്ത്രിച്ചിരുന്നത് പാകിസ്ഥാനിൽ നിന്നുമുള്ള ഹാൻഡിലർമാരായിരുന്നു. ഇവർക്ക് ഗൂഗിൾ മാപ്പ് വഴി ഈ ആക്രമണം നടത്തുന്നതിൻ്റെ ലൊക്കേഷനുകൾ ഈ പാകിസ്ഥാനിൽ നിന്നുമുള്ള ഹാൻഡിലർമാർ ഇവർക്ക് അയച്ചു നൽകി. ഇതിന് പകരമായി ഈ ഗൂഗിൾ പേ അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ അല്ലെങ്കിൽ UPI ട്രാൻസാക്ഷൻ വഴി ഇവർക്ക് പണം ലഭിച്ചിരുന്നു എന്നുള്ളതുമാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇവരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ലക്നൌ റെയിൽവേ സ്റ്റേഷൻ കൂടാതെ രാജ്യത്തെ തന്ത്രപ്രധാനമായ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ഇവർ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ള സൂചനകളാണ് ലഭ്യമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇവർ കൃത്യമായ റോഡ് മാപ്പ് തയ്യാറാക്കിയിരുന്നു. അതുകൂടാതെ ഈ സ്ഫോടനം നടത്തുന്നതിൻ്റെ ബന്ധപ്പെട്ട സ്ഥലങ്ങളുടെ ബ്ലൂ പ്രിൻ്റ് ഇവർ തയ്യാറാക്കിയിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് ലാപ്ടോപ്പും ഫോണും പരിശോധിച്ചപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഏതായാലും രാജ്യം അതീവ സുരക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഈ തീവ്രവാദ ആക്രമണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരം സ്ലീപ്പർ സെല്ലുകളെ പോലീസ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ലക്നൌവിൽ നിന്നുമാണ് ഈ 4 ഭീകരവാദികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വ്യക്തമാണ്. ഉത്തർപ്രദേശിൽ ഒരു വൻ ഭീകരാക്രമണ പദ്ധതി തന്നെയാണ് UPATS തകർത്തിരിക്കുന്നത്. ലക്നൌ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ട 4 അംഗ സംഘത്തെയാണ് ഇപ്പോൾ UPATS പിടികൂടിയത്. പാകിസ്ഥാനിലെ ഭീകരരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ പ്രവർത്തിച്ചിരുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.